ഹായ് ഹലോ എല്ലാവർക്കും മെഹറിൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു ദിവസം ഞങ്ങൾ ഈവനിങ്ങിൽ എൻ്റെ കസിൻ, അതായത് എൻ്റെ ഇളയമ്മയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ബീച്ചിൽ പോയി. ആ വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നുള്ളത്. ഞാനും എൻ്റെ ഇളയമ്മാൻ്റെ മോളെ കസിനും, അതായത് എൻ്റെ ഒന്നിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്ന ജസ്റ്റിനെ ഉണ്ടല്ലോ, അവളും കൂടിയാണ് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കടൽക്കരയ്ക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിരുന്നു, കുടിക്കാനും തിന്നാനും. അതിൻ്റെ കൂടെ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോക്കോബാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കടൽ തീരത്തൂടെ കുറേ വൈബ്സ് കണ്ടെത്തി, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നിങ്ങനെ തിരമാലകളെ ഇങ്ങനെ കാലിലൊക്കെ തഴുകി ഉണർത്തി പുളകം കൊണ്ടു. അങ്ങനെ കുറേ വൈബ്സൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവർ 2 പേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് നിങ്ങൾ കാണണം. അതിന് മുമ്പേ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് തിരമാലകൾ ഞങ്ങളുടെ കാലിനെ ഇങ്ങനെ തഴുകി പോയിക്കൊണ്ടേയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ ഡാൻസും കലാപരിപാടി ഉണ്ടായിരുന്നുള്ളത്. ഡാൻസ് എന്ന് വെച്ചാൽ 1.5 ഡാൻസായിരുന്നു. കുറേ തവണ വീണു, കുറേ തവണ വെള്ളത്തിൽ മുങ്ങി, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. ഇപ്പോൾ അവരിങ്ങനെ സൂര്യൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ അടുത്തേക്ക് എത്തോ ഇല്ലേ എന്നുള്ളത് ഒരു പിടിയുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതിലാണ് അവർ പോകുന്നുള്ളത്. പിന്നെ ഞാനും അവളും കൂടി സൂര്യൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വിചാരിച്ചു. ഞാനുണ്ടോ, എനിക്ക് കടലിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും പക്ഷേ കടലിൻ്റെ അങ്ങോട്ടൊക്കെ നടന്നു പോകാൻ എനിക്കൊരു ഒരു ഉൾഭയം ഇല്ലാതില്ല. വെള്ളത്തിന് പേടിയാണ് കേസ്. വെള്ളത്തിലൊക്കെ ഇറങ്ങും, പക്ഷെ നല്ലോണം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഡാൻസും കലാപരിപാടി തുടങ്ങി. ഡാൻസിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇളമാൻ്റെ മോള് ഫാത്തിമ വീണപ്പോൾ ഒന്ന് പേടിച്ചു കേട്ടോ. പക്ഷെ ആ വീണ വീഡിയോ ഒക്കെ ഞാൻ ഇടാം, ഷോർട്ടായിട്ടൊക്കെ ഇടാം, എന്നാലേ ഇങ്ങനത്തെ കണ്ടാൽ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ഞാനും അവളും കൂടി ഭയങ്കര ഒരു കപ്പിൾ ഡാൻസൊക്കെ ഒരു ഇനാക്ട് ചെയ്തു. കപ്പിൾ ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റൂല, ഒരു ചുറ്റിത്തിരിയൽ. അത് ഈ സൂര്യനെ ഇങ്ങനെ ചുവന്ന് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ എന്ത് കാണിക്കണം എന്നുള്ള ഒരു വേവലാതിയാണ്. പിന്നെ അവരുടെ ഡാൻസ് അങ്ങ് തുടങ്ങി. കണ്ടില്ലേ, ഡാൻസ് കളിക്കുന്നു, വീഴുന്നു, എണീക്കുന്നു. ഇതന്നെയാണ് ഇവർ എത്ര പ്രാവശ്യം എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചതെന്നറിയോ. ഡാൻസ് കളിക്കുന്നു, വീഴുന്നു, ഡാൻസ് കളിക്കുന്നു, വീഴുന്നു. അവർ ആ ഒരു ഇതിലെത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒന്ന് പക്കയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഒരു കടല വിൽപ്പനക്കാരൻ അതിൽ വന്നത്. അയാളടുത്ത് നിന്ന് കടലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കളി തന്നെ കളി. ആ ഒരു കളിയിൽ ഞങ്ങൾ ഇങ്ങനെ വൈബ് നല്ലൊരു കടൽ തീരത്തൊക്കെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അത് വേറെ തന്നെയാണ്. അത് ബീച്ചിലൊക്കെ പോയിരിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഗൈസ്. പിന്നെ അവർ ഈ ഡാൻസിൻ്റെ ഇതിലും പിന്നെ വലിയ ടൈറ്റാനിക് ഇനാക്റ്റും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ എനിക്കും വേണ്ടേ കുറച്ച് ഇതൊക്കെ വീഡിയോസൊക്കെ. ഞാനും ഇങ്ങനെ കടൽ തീരത്തോടെ കടലമ്മേ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പിന്നെ നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദാഹിച്ചതിൻ്റെ അടുക്ക് നമുക്ക് കുടിക്കുന്നതിന് പകരം കടലച്ചേട്ടനോട് കടല വാങ്ങിയില്ലേ, അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു മസ്ബൂത്ത് അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വന്ന് ഞങ്ങൾ കലാപരിപാടികൾ തുടങ്ങി. കടല തിന്നലായിരുന്നു ആദ്യത്തെ കലാപരിപാടി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ആ ഒരു വീഡിയോക്ക് ഇത് കാണിക്കാൻ വേണ്ടി ഞാനും കൈ കാണിച്ചു. അവളെനിക്ക് കുറച്ച് കടലയാണ് തന്നത്, ദുഷ്ടത്തി. ഒന്നും കുഴപ്പമില്ല. എനിക്ക് പിന്നെയും ചോദിച്ച് വാങ്ങി. ഞാനുണ്ടോ വീടിന്ന്, ഞാൻ പിന്നെയും ചോദിച്ച് വാങ്ങി. നിറയെ കടല വാങ്ങി. കടല തിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫ്രൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ പൂഴിയിലൊക്കെ താഴ്ത്തി ഫോട്ടോസും വീഡിയോസും കുറേ കാട്ടിക്കൂട്ടലും ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചു ഗൈസ്. ആ കുടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്രൂട്ടി വെച്ചതിന് ശേഷം ഫ്രൂട്ടി എടുത്ത് ഇങ്ങനെ സൂര്യനെ നടുക്ക് നിർത്തി ഒഴിച്ചതാണ്. പക്ഷെ സൂര്യനെ കാണുവാനില്ല. സൂര്യൻ എവിടെ പോയോ എന്തോ കാണുവാനേ ഇല്ല. അങ്ങനെ ഇങ്ങനെ ഒഴിച്ച് ഞങ്ങൾ കുടിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇവൾ ഒഴിച്ചു,
അതിൻ്റെ ഇടയ്ക്ക് ഇവൾ കടലിൽ പോയോ പഠിച്ചോനെ, അതിൻ്റെ ഇടയ്ക്ക് ഇവൾ കടലിൽ പോയെന്ന് തോന്നുന്നു കേട്ടോ. അതെന്തിൻ്റെ കുറവാണ് അതെനിക്കറിയുന്നില്ല. കടലിൽ ഒരു ബോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുമ്പോഴത്തേക്കായിരിക്കും ഇവൾ കടലിൽ പോയത് അല്ലേ, ആണെന്ന് തോന്നുന്നു. ഒരു കടലിലേക്ക് കൂടി ഒരു ബോട്ട് പോകുന്നതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറവകൾ പാറുന്നതൊക്കെ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ആ സന്ധ്യാ ടൈമിലുള്ള കടലും അതിൻ്റെ ഭംഗിയും ആകാശവും സൂര്യനും ആ വെള്ളം ഒക്കെ എന്താ മനസ്സിനിങ്ങനെ കുളിരേകുന്ന കാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ ബോട്ടിൻ്റെ കാര്യം, ആ ബോട്ടാണ് ഈ ബോട്ട്. നല്ല രസമില്ലേ ഗൈസ്. എന്നൊരു വീഡിയോഗ്രാഫറായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നെങ്കിൽ പ്രഖ്യാപിച്ചോളൂ, അത്രക്കും നല്ല വീഡിയോ ആണല്ലോ ഇത് അല്ലേ. ആർക്കറിയാം അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ കണ്ടില്ലേ കാട്ടിക്കൂട്ടൽ, അതായത് ഈ ഫ്രൂട്ടി പിടിച്ചാണ് വലിയ കാട്ടിക്കൂട്ടലൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ടി കുടിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്നാക്സ്, സമൂസ, പിന്നെ ഡെസേർട്ട്, മധുരമുള്ള കാര്യങ്ങൾ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിന്നുന്ന എടുത്തിനോ ആവോ എനിക്ക് തന്നെ ഓർമ്മയില്ല. ആകെ മൊത്തം എടുത്തിട്ടുള്ളത് ഫ്രൂട്ടിയുടെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ഫ്രൂട്ടി പിടിക്കുന്നു, ഫ്രൂട്ടി ഒഴിക്കുന്നു, ഫ്രൂട്ടി എടുക്കുന്നു, ഫ്രൂട്ടി കുടിക്കുന്നു, കാട്ടിക്കൂട്ടൽ. ആദ്യം അവൾ വന്നെടുക്കുന്നു, പിന്നെ ഞാൻ വന്നെടുക്കുന്നു, കുടിക്കുന്നു. വല്ലാത്ത കാട്ടിക്കൂട്ടലായിപ്പോയി. ചേസ് ചെയ്യുന്നു, അങ്ങനെ ഫ്രൂട്ടി അടുത്ത് വന്ന് ചേസ് ചെയ്യുന്നു, 2 ആൾ ചേസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരാഗ്രഹം ഇങ്ങനെ ഫ്രൂട്ടി കൂട്ടുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രൂട്ടി ഇങ്ങനെ കുത്തിനെ കൂട്ടാണ് കേസ്. അപ്പോൾ കുറേ എണ്ണൊക്കെ താഴെ വീണിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് 2 പേർക്കും കടലിലേക്ക് ഇങ്ങനെ ഓടിപ്പോകണം കേസ്. ഞാനുണ്ടോ വിടുന്നു, ഞാൻ വിട്ടു ജസ്റ്റിനെ വീഴാൻ പോകുന്നു, ഫാത്തിമ പിടിക്കുന്നു, പിന്നെയും ഡാൻസ് കളിക്കാൻ നോക്കുന്നു. എന്തൊരു കാട്ടിക്കൂട്ടലാ പഠിച്ചോനെ, എന്താ പറയുക. അതിന് ഞാൻ പോയിട്ടുണ്ടോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ഇല്ലാന്ന് തോന്നുന്നു, പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കും പോകണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറച്ച് നല്ലൊരു ഇതാക്കിയിട്ടൊക്കെ വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ ബോട്ടൊക്കെ പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.